ഗുഡ് മോർണിംഗ് ടു ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റിങ്ങിനെ കുറിച്ചിട്ടായിരുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് സംസാരിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റിംഗ് ആണ്. എന്തിനാണ് ഓർഗനൈസേഷനിൽ ഡയറക്റ്റിംഗ് എന്നുള്ള ഒരു മാനേജീരിയൽ ഫങ്ഷൻ? സോ ഫസ്റ്റ് വണ്ണാണ് പറയുന്നത് ഡയറക്റ്റിംഗ് ഇനീഷ്യേറ്റ്സ് ആക്ഷൻ എന്ന് പറയുന്നത്. ഡയറക്റ്റിംഗ് എന്ത് ചെയ്യുന്നു? മേക്ക് ഷുവർ ദാറ്റ് ദി ഓർഗനൈസേഷൻ ഈസ് മൂവിങ് ഫോർവേഡ്. ഡയറക്റ്റിംഗ് ഉള്ളത് കൊണ്ട് നമുക്ക് ഓർഗനൈസേഷൻ എന്താ ഗുണമെന്ന് പറയുന്നത്? ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുന്നു. എന്തുകൊണ്ടാണെന്ന് അവിടെ പറയുന്നത്? ഒരു നല്ലൊരു ഓർഗനൈസേഷനിൽ നല്ലൊരു പ്ലാനും ആ പ്ലാനിന് ഒരു സൗണ്ടായിട്ടുള്ള ഒരു ഓർഗനൈസേഷനും അതിനനുസരിച്ചുള്ള വർക്കേഴ്സും ഉണ്ടായാൽ മാത്രം എന്തുണ്ടാകില്ല? വാട്ട് ആക്ച്വലി ഓർഗനൈസേഷൻ എക്സ്പെക്റ്റിംഗ് ദാറ്റ് കനോട്ട് ബി അച്ചീവ്ഡ്. അല്ലേ? നല്ലൊരു ഓർഗനൈസേഷണൽ പ്ലാനും അതിനുള്ള ഓർഗനൈസിങ്ങും അതിനുള്ള സ്റ്റാഫിങ്ങൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും ഓർഗനൈസേഷൻ അവരുടെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഏണിംഗ് മാക്സിമം വെൽത്ത് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്നുള്ള ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. എന്തുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ? ഡയറക്റ്റിങ്ങിലൂടെ മാത്രമേ ഇത് പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. Which means that the other managerial functions like planning, organizing, staffing are linked with directing. അല്ലേ? ലിങ്ക്ഡ് വിത്ത് ഡയറക്റ്റിംഗ് എന്നാണ് പറയുന്നത്. അതാണ് അപ്പോൾ എന്തില്ലെങ്കിലും ഓർഗനൈസേഷൻ മുന്നോട്ട് പോയില്ല, ഡയറക്റ്റിംഗ് ഇല്ലെങ്കിൽ ഓർഗനൈസിങ് മുന്നോട്ട് പോയില്ല. അതാണ് ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ നമുക്ക് നോക്കാം, ഡയറക്റ്റിംഗ് ഡെവലപ്പ് കോർഡിനേഷൻ. ഡയറക്റ്റിംഗ് ഓർഗനൈസേഷനിൽ എന്തുണ്ടാക്കുന്നു? സഹകരണ മനോഭാവം ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് ഓർഗനൈസേഷനിൽ എന്ത് വേണ്ടതെന്നാണ് പറയുന്നത്? നമ്മുടെ ഡയറക്റ്റിംഗ് വേണ്ടതെന്നാണ് പറയുന്നത്. അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റിംഗ് നമ്മൾ പറഞ്ഞു ഗിവിങ് കമാൻഡ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ടു സബോർഡിനേറ്റ്സ് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാവുമ്പോൾ അവിടെ ഒരു കോർഡിനേഷൻ ഉണ്ടാകുന്നു. എങ്ങനെയാണ് കോർഡിനേഷൻ ഉണ്ടാകുന്നത്? Under directing, the superior or the manager does not give simple instructions and commands to the subordinates. At the same time, they are like a guide, they are like a motivator, they are a good leader, and they have the ability to communicate the messages much properly. അല്ലേ? അവർ ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അവരൊരു ഗൈഡാകുന്നുണ്ട്, അവർ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഇൻ ഓർഡർ ടു അച്ചീവ് ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, ദ സുപ്പീരിയേഴ്സ് ഗിവിങ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ദേ വിൽ ട്രൈ ടു ഗൈഡ് ആൻഡ് കൗൺസിൽ ദി എംപ്ലോയീസ്. സോ ഇൻ ദിസ് വേ ദി ഡയറക്റ്റിംഗ് ഹെൽപ്സ് ടു ഡെവലപ്പിംഗ് കോർഡിനേഷൻ ഇൻ ദ ഓർഗനൈസേഷൻ. അല്ലേ? എന്തുമാത്രമല്ല കൊടുക്കുന്നത്? ജോലി ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ മാത്രമല്ല, അതേ സമയത്ത് കൗൺസിലിംഗ് കൊടുക്കുന്നു, ഗൈഡൻസ് കൊടുക്കുന്നു. സോ അങ്ങനെയാവുമ്പോൾ എംപ്ലോയറും എംപ്ലോയിയും അല്ലെങ്കിൽ സൂപ്പർവൈസറും സബോർഡിനേറ്റും അല്ലെങ്കിൽ മാനേജറും എംപ്ലോയിയും തമ്മിൽ എന്തുണ്ടാകും? ഒരു കോർഡിനേഷൻ ഉണ്ടാവും. അല്ലേ? ഒരു സഹകരണം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷനിൽ സഹകരണം കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണമെന്നാണ് പറഞ്ഞത്? ഡയറക്റ്റിംഗ് വേണം. ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടൻസാണ് പറയുന്നത് ഡയറക്റ്റിംഗ് മോട്ടിവേറ്റ്സ് സബോർഡിനേറ്റ്സ്. അല്ലേ? പ്രചോദിപ്പിക്കും എന്തുണ്ടെങ്കിൽ? ഡയറക്റ്റിംഗ് ഉണ്ടെങ്കിൽ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഡ്യൂ ടു ഡയറക്റ്റിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ എംപ്ലോയീസ് ക്യാൻ പെർഫോം ദിയർ വർക്ക് വെരി മച്ച് പ്രോപ്പർലി. അല്ലേ? അറ്റ് ദ സെയിം ടൈം യൂസിങ് ഡയറക്റ്റിംഗ് അല്ലെങ്കിൽ ദ പ്രസൻസ് ഓഫ് ഡയറക്റ്റിംഗ് ഇൻ ഓർഗനൈസേഷൻ മോട്ടിവേറ്റ് ദ എംപ്ലോയീസ്. ഓർഗനൈസേഷനിൽ ഡയറക്റ്റിങ്ങിൻ്റെ പ്രസൻസ് എന്ത് ചെയ്യുന്നുണ്ട്? എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലേ? അതും കൂടാതെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഒരു ഹാർട്ടിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് എംപ്ലോയീസിനെ വല്ലാണ്ട് മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഓർഗനൈസേഷനകത്ത് മോട്ടിവേഷൻ ആവശ്യമുണ്ടെങ്കിൽ എന്ത് വേണമെന്നാണ് പറയുന്നത്? ഡയറക്റ്റിംഗ് ആവശ്യമെന്നാണ് പറയുന്നത്. ഇനി ഫോർത്ത് ഇമ്പോർട്ടൻസ് പറയുന്നത് ഡയറക്റ്റിംഗ് സപ്പോർട്ട് അതർ മാനേജീരിയൽ ഫങ്ഷൻ. അല്ലെ? വിതൗട്ട് പ്രോപ്പർ ഡയറക്റ്റിംഗ് ദ അതർ മാനേജീരിയൽ ഫങ്ഷൻസ് ആർ മീനിങ്ലെസ് എന്ന് നമ്മൾ പറയേണ്ടി വരും. അല്ലെ? കൃത്യമായിട്ടുള്ള ഒരു ഡയറക്റ്റിംഗ് ഓർഗനൈസേഷൻ ഇല്ലെങ്കിൽ ആ ഓർഗനൈസേഷനകത്തുള്ള ബാക്കിയുള്ള എല്ലാ മാനേജീരിയൽ ഫങ്ഷൻസും എന്തായി മാറിപ്പോകുമെന്നാണ് പറയുന്നത്? ലെസ് എഫക്റ്റീവായിട്ട്, അല്ലെങ്കിൽ അർത്ഥമില്ലാത്തത്, അല്ലെങ്കിൽ ഡസ് നോട്ട് മേക്ക് ദാറ്റ് കോസ്റ്റ് എഫക്റ്റീവ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലേ? നമുക്ക് കൃത്യമായിട്ടത് ഉപകാരപ്പെടില്ല, ബാക്കിയുള്ള ഫങ്ഷൻസ് ഒന്നും ഉപകാരപ്പെടില്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഇനി അടുത്തതാണ് പറയുന്നത്, അടുത്ത ഇമ്പോർട്ടൻസ് ഡയറക്റ്റിംഗ് ഫെസിലിറ്റേറ്റ് ചേഞ്ച്.
അല്ലെ. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാലഞ്ച് ഫേസ്ഡ് ബൈ എവറി കൈൻഡ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് ദാറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ചേഞ്ചസ് ഫ്രം ദ പാർട്ട് ഓഫ് human resources. The employees in the organization does not accept the changes happening in the business world, which means that they are afraid of risk. Every change is happening in everywhere include റിസ്ക് അല്ലേ. നമ്മളെല്ലാവരും പേടിക്കുന്ന ഒരു കാര്യമാണ് ചേഞ്ച് എന്ന് പറയുന്നത്. ചേഞ്ച് ഒരിക്കലും പലരും ആക്സെപ്റ്റ് ചെയ്യില്ല. കാരണം എന്താ, ചേഞ്ചിൻ്റെ കൂടെ എന്തുണ്ട്, റിസ്ക് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്ന ഡയറക്റ്റിംഗ് ഫെസിലിറ്റേറ്റ് ചേഞ്ച്, അവിടെ എംപ്ലോയീസിന് ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാകുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, വി നീഡ് ടു മോട്ടിവേറ്റ് ആൻഡ് ഗൈഡ് ദി എംപ്ലോയീസ്. സോ by the way of motivating and guiding the employees in proper way, organization can easily make the employees to accept changes. So we mean that the success of or the achievement of organizational objective depends upon the actual capacity or the actual level of acceptance of changes by the എംപ്ലോയീസ് ഇൻ ദ ഓർഗനൈസേഷൻ അല്ലേ. നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ വിജയം എന്ന് പറയുന്നത് എത്ര കൂടിയ തോതിലാണ് ഓർഗനൈസേഷനിൽ വരുന്ന മാറ്റങ്ങൾ എംപ്ലോയീസ് ആക്സെപ്റ്റ് ചെയ്യുന്നത്, അത്രയും മികച്ചതായിരിക്കും ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, ഓർഗനൈസേഷനകത്തെ എംപ്ലോയീസിനെ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. എന്തിലേക്ക് മാറ്റിയെടുക്കണം, ചേഞ്ചസ് ആക്സെപ്റ്റ് ചെയ്യുന്നത്, മാറ്റങ്ങൾ അംഗീകരിക്കുന്നതിലേക്ക് എംപ്ലോയീസിനെ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അതിലേക്ക് എംപ്ലോയീസിനെ മാറ്റിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അവരെ പ്രചോദിപ്പിക്കണം, അവരെ ആവേശം കൊള്ളിപ്പിക്കണം, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കണം, എന്നിട്ട് അവരുടെ ഉള്ളിലെ പേടി മാറ്റണം. ഇതൊക്കെ ഏതിലൂടെ മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഡയറക്റ്റിങ്ങിലൂടെ മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു ഓർഗനൈസേഷനകത്ത് ഡയറക്റ്റിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഓർഗനൈസേഷനകത്തെ എംപ്ലോയീസിന് ചേഞ്ചസ് കൊണ്ടുവരാൻ, ഓർഗനൈസേഷനകത്ത് ചേഞ്ചസ് കൊണ്ടുവരാൻ, ആ ചേഞ്ചസ് ആക്സെപ്റ്റ് ചെയ്യാൻ എംപ്ലോയീസിനെ പ്രേരിപ്പിക്കാനൊക്കെയാണ് ഓർഗനൈസേഷനകത്ത് എന്ത് വേണ്ടത്, ഡയറക്റ്റിംഗ് വേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റാണ് പറയുന്നത് ഡയറക്റ്റിംഗ് എയിംസ് അറ്റ് മാക്സിമം റിസൾട്ട് അല്ലേ. ഡയറക്റ്റിംഗ് എന്തിനു വേണ്ടിയിട്ടാണ്, ഓർഗനൈസേഷനിൽ മാക്സിമം റിസൾട്ട്, ഒപ്റ്റിമം റിസൾട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഹൗ ആൻ ഓർഗനൈസേഷൻ ക്യാൻ മാക്സിമം അല്ലെങ്കിൽ ഗെറ്റ് മാക്സിമം റിസൾട്ട് എന്ന് പറയുന്നത് വിത്ത് ദ ഫുൾ യൂസ് ഓഫ് പൊട്ടൻഷ്യൽ ആൻഡ് കാപ്പബിലിറ്റീസ് ഓഫ് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഹൗ മച്ച് ആൻ എംപ്ലോയീ ഈസ് യൂട്ടിലൈസ്ഡ്, the peak of an employee's capacity is utilized by an organization അല്ലേ. അതൊക്കെയാണ് അവിടെ പറയുന്നത്. എന്ത് വേണം, ഒരു എംപ്ലോയീൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ അല്ലെ, ഒരു എംപ്ലോയീൻ്റെ ഫുൾ കഴിവ്, അയാളുടെ കൃത്യമായിട്ടുള്ള പരിശ്രമം, മൊത്തം പരിശ്രമം എന്ത് ചെയ്യണം, ഒരു ഓർഗനൈസേഷൻ ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, കൃത്യമായിട്ടുള്ള റിസൾട്ട്, മാക്സിമം റിസൾട്ട് കിട്ടും. അപ്പോൾ മാക്സിമം റിസൾട്ട് കിട്ടാൻ എന്ത് ചെയ്യണം, ഓർഗനൈസേഷനകത്തുള്ള എംപ്ലോയീസിനെ മാക്സിമം നമ്മൾ ഉപയോഗിക്കണം. എങ്ങനെയാണ് നമ്മൾ മാക്സിമം ഉപയോഗിക്കുക, പ്രോപ്പർ ഡയറക്റ്റിങ്ങിലൂടെ മാത്രമേ നമുക്കത് സാധിക്കുള്ളൂ. അപ്പോൾ പ്രോപ്പർ ഡയറക്റ്റിംഗ് ഓർഗനൈസേഷനിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓർഗനൈസേഷനകത്തെ എംപ്ലോയീസിനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മാക്സിമം ഉപയോഗിക്കാം. അങ്ങനെ മാക്സിമം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷനകത്ത് മാക്സിമം റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ മാക്സിമം റിസൾട്ട് കിട്ടാനാണ് എന്ത് വേണ്ടത്, ഡയറക്റ്റിംഗ് വേണ്ടതെന്നാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് ബട്ട് ദ ലീസ്റ്റ് പറയുന്നത് ഡയറക്റ്റിംഗ് ഹെൽപ്സ് ടു ഗെറ്റ് സ്റ്റെബിലിറ്റി ആൻഡ് ഗ്രോത്ത്. സ്റ്റെബിലിറ്റി വെച്ചാൽ എന്താ, സന്തുലിതാവസ്ഥ, ഗ്രോത്ത് വളർച്ച. അപ്പോൾ എഫക്റ്റീവായിട്ടുള്ള ഡയറക്ഷനിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് സ്റ്റെബിലിറ്റി കിട്ടുന്നത്, എഫക്റ്റീവായിട്ടുള്ള നമ്മുടെ ഡയറക്റ്റിംഗ് എന്ന് പറയുമ്പോൾ മോട്ടിവേഷനും ഗൈഡൻസും കമ്മ്യൂണിക്കേഷനും ലീഡർഷിപ്പൊക്കെ വന്നു. അപ്പോൾ ഇതൊക്കെ കൂടിച്ചേരുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവില്ല, മിസ്റ്റേക്സ് ഉണ്ടാവില്ല, എറേഴ്സ് ഉണ്ടാവില്ല, കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല, ഗ്രീവൻസസിൻ്റെ തർക്കങ്ങൾ ഉണ്ടാവില്ല, പൊരുത്തക്കേട് ഉണ്ടാവില്ല, ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓർഗനൈസേഷൻ എങ്ങനെയായിരിക്കും, സ്റ്റേബിളായിരിക്കും, സന്തുലിതമായിരിക്കും അല്ലേ. ഇറ്റ് ഓൾസോ ഇൻഷ്യൂർസ് ദാറ്റ് ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ഓർഗനൈസേഷൻ വർക്ക് ഇൻ ഹാർമോണിയസ് വേ അല്ലേ. if there is directing in an organization, which means that the every departments of the organization having a harmonious relationship between them അല്ലേ.
അവരുടെ ഇടയിൽ എന്തുണ്ടാവും, ഒരു ഹാർമണിയസ് ആയിട്ടുള്ള ഒരു നല്ല ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ഒരു നല്ല ബന്ധം, ഒരു റിലേഷൻഷിപ്പ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും തമ്മിൽ അവിടെ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റിങ്ങിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് ഡയറക്ഷൻ ആണ്. ഡയറക്ഷനിൽ അടങ്ങിയിരിക്കുന്ന എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് കൃത്യമായിട്ട് ഒരു ഡയറക്ഷനിൽ അടങ്ങിയിട്ടുണ്ട്, അത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്? പ്രധാനമായിട്ടും സൂപ്പർവിഷനുണ്ട്, കമ്മ്യൂണിക്കേഷനുണ്ട്, ലീഡർഷിപ്പ് ഉണ്ട്, മോട്ടിവേഷൻ ഉണ്ട്. അത് കൂടാതെ കമാൻഡിങ്ങും കോർഡിനേഷനും മെയിൻ്റനൻസ് ഓഫ് ഡിസിപ്ലിനും ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഒക്കെ ഏതിലുണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റണം. നമ്മുടെ ഡയറക്റ്റിങ്ങിലുണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ പ്രധാനപ്പെട്ടുള്ളതാണ് കമാൻഡ്, അല്ലേ? ഒരു ഡയറക്ഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ കമാൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഡയറക്ഷൻ വളരെ എഫക്റ്റീവ് ആക്കണമെങ്കിൽ നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്? അവിടെ കമാൻഡിൻ്റെ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. കമാൻഡ് എന്ന് പറയുന്നത് എന്താ? ഗിവിങ് ഓർഡേഴ്സ്, ഇൻസ്ട്രക്ഷൻ ആൻഡ് ഗൈഡൻസ് ടു ദി പീപ്പിൾ ഹു ആർ ടു എക്സിക്യൂട്ട് ദ പ്ലാൻസ് ആൻഡ് അറ്റൈൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ, അല്ലേ? അപ്പോൾ കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? നിർദ്ദേശങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ ഉത്തരവ് കൊടുക്കുക, അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൊടുക്കുക. ആർക്ക്? ഒരു ജോലി ചെയ്തു തീർക്കാനുള്ള ആൾക്ക്. എന്തിനു വേണ്ടിയിട്ട്? ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള കമാൻഡിലൂടെ എംപ്ലോയീസിനെ നമുക്ക് എന്താക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും? നല്ലൊരു എംപ്ലോയി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഡയറക്ഷൻ്റെ ഒരു എലമെൻ്റാണ് കമാൻഡിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എലമെൻ്റാണ് പറയുന്നത് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. എന്താ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ഓവർസീൻ, അല്ലേ? ഓവർസിയർ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഓവർസീയിങ് ദി വർക്കേഴ്സ്, അല്ലെങ്കിൽ ദ വർക്ക് ഓഫ് എംപ്ലോയീസ് എന്ന് പറയും. ഓവർസീയിങ് ദ വർക്ക് ഓഫ് എംപ്ലോയീസ് ആണ് എന്ത് പറയുന്നത്? സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓവർസിയർ അല്ലെങ്കിൽ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് എന്താണ്? എംപ്ലോയീസ് കൃത്യമായിട്ട് ജോലി ചെയ്യുന്നത് നമ്മൾ നിരീക്ഷിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജോലി ചെയ്യുന്ന സമയത്ത് എംപ്ലോയീസിനെ ഗൈഡ് ചെയ്യുക, അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അവരെ അസിസ്റ്റ് ചെയ്യുക ഒക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യുന്നത്? ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വെറുതെ നമ്മളിങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുത്താൽ, അല്ലെങ്കിൽ ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റിങ് തീർന്നില്ല. എന്ത് ചെയ്യണം സുപ്പീരിയർ? ആ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ട് എംപ്ലോയീസ് കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടെ വിലയിരുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്? സൂപ്പർവിഷൻ പറയുന്നത്. അപ്പോൾ സൂപ്പർവിഷൻ ഏതിൽ അടങ്ങിയിട്ടുള്ള ഒരു എലമെൻ്റ് തന്നെയാണ്? ഡയറക്റ്റിങ്ങിൽ അടങ്ങിയിട്ടുള്ള ഒരു എലമെൻ്റ് തന്നെയാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നു. ഇനി അടുത്തതോ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗൈഡൻസ്, ലീഡർഷിപ്പ്, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ ഒക്കെ. അപ്പോൾ ഡയറക്റ്റിങ്ങിൽ അല്ലെങ്കിൽ ഡയറക്ഷനിൽ വേറൊരു എലമെൻ്റാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായ രീതിയിൽ ഒരു ഡയറക്ഷൻ നടക്കണമെങ്കിൽ അവിടെ എന്താവശ്യമാണ്? കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്, അല്ലേ? അപ്പോൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? സിംപ്ലി ട്രാൻസ്ഫർ ഓഫ് മീനിങ് ഇൻഫർമേഷൻ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് കൃത്യമായിട്ട് ശരിയായ വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതൊരു രണ്ടാൾക്കാർ തമ്മിൽ, അല്ലേ, അവരുടെ എന്തെങ്കിലും ഐഡിയാസോ തോട്ട്സോ തിങ്സോ എന്തും ആയിക്കോട്ടെ, അത് പരസ്പരം മനസ്സിലാക്കുന്നിടത്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ എന്തിലേക്ക് നയിക്കും? അത് കോർഡിനേഷനിലേക്ക് നയിക്കും, നല്ല സഹകരണത്തിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഡയറക്ഷനിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത എലമെൻ്റാണ് പറയുന്നത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്? Manager or a supervisor influence the behavior or actions of the subordinates. അത് മാനേജറോ സൂപ്പർവൈസേഴ്സോ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ അവർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള സബോർഡിനേറ്റ്സ് ചെയ്യുന്നു. അല്ലെങ്കിൽ മാനേജേഴ്സോ സുപ്പീരിയേഴ്സോ പറയുന്നതിനനുസരിച്ച് ബാക്കിയുള്ളവർ ചെയ്യുകയാണെങ്കിൽ അവിടെ നല്ലൊരു ലീഡർഷിപ്പ് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റണം, അല്ലേ? അപ്പോൾ എന്താ പറയുന്നത്? ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡയറക്റ്റിങ്ങിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റ് ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റാണ് മോട്ടിവേഷൻ. എന്താ മോട്ടിവേഷൻ എന്ന് പറയുന്നത്? സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ ടു അക്കംപ്ലിഷ് ദ ഡിസൈർഡ് ഗോൾസ്, അല്ലേ? ആൾക്കാരെ പ്രചോദിപ്പിക്കുക. സ്റ്റിമുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നൊക്കെയാണ് കേട്ടോ. സ്റ്റിമുലേറ്റ് ദം, അല്ലെങ്കിൽ സ്റ്റിമുലേറ്റിംഗ് ദ പീപ്പിൾ ടു ഡു സംതിങ്. ആൾക്കാരെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക, അതിനെയാണ് പറയുന്നത്. അപ്പോൾ
ഈ മോട്ടിവേഷൻ കൊടുക്കുന്ന സമയത്ത് മാനേജേഴ്സിന് എന്ത് ചെയ്യും, അവർ മാക്സിമം കോപ്പറേഷൻസ് കൊടുക്കും. ആര്? ഈ സാധാരണ ലെവലിലെ എംപ്ലോയീസ്. അപ്പോൾ മാനേജേഴ്സ് സബോർഡിനേറ്റ്സിന് എന്ത് കൊടുക്കുന്നു? മോട്ടിവേഷൻ കൊടുക്കുന്നു. അങ്ങനെ മോട്ടിവേഷൻ കൊടുക്കുന്ന സമയത്ത് ആ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ മാനേജേഴ്സിന് പൂർണ്ണമായിട്ടുള്ള സഹകരണം കൊടുക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെ പൂർണ്ണമായിട്ടുള്ള സഹകരണം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അവർക്ക് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുവെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റാണ് പറയുന്നത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അതായത് അധികാരത്തിൻ്റെ വികേന്ദ്രീകരണം നടക്കുന്നുണ്ട് ഏതിൽ? നമ്മൾ ഡയറക്റ്റിങ്ങിൽ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായ രീതിയിൽ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? അതായത് സബോർഡിനേറ്റ്സിലേക്ക് സുപ്പീരിയേഴ്സിൻ്റെ ഡ്യൂട്ടീസ് ഷിഫ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പൂൾ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ സബോർഡിനേറ്റ്സിനെ എംപവേർഡ് ആക്കാൻ വേണ്ടിയിട്ട്, സെൽഫ് റിലയൻ്റ് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം എന്താ? സുപ്പീരിയർ ചെയ്യുന്ന ഒരു ജോലി ഞാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ മോട്ടിവേഷൻ കൂടും, കമ്മിറ്റ്മെൻറ്റ് കൂടും, മൊറയിൽ കൂടും. അങ്ങനെയാകുമ്പോൾ ദ സബോർഡിനേറ്റ് ലേൺ ടു വർക്ക് ദി വർക്ക് ഓഫ് സുപ്പീരിയേഴ്സ്. സുപ്പീരിയേഴ്സിൻ്റെ വർക്ക് ആർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും? അല്ലെങ്കിൽ അത് ആ വർക്കുകൾ ആർക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും? സബോർഡിനേറ്റ്സിന് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ they will get motivated. At the same time, the superior can concentrate on important matters. അപ്പോൾ സുപ്പീരിയേഴ്സിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആൾ ശ്രദ്ധിച്ചോളും, സബോർഡിനേറ്റ്സ് ശ്രദ്ധിച്ചോളും. സോ ഡെലിഗേഷൻ മാനേജേഴ്സിനെയും മാനേജ്മെൻറ്റിനെയും ഓർഗനൈസേഷനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് ബാധിക്കുന്നുണ്ട് പോസിറ്റീവായിട്ട്. ഇനി എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിങ്ങിൽ അടുത്ത എലമെൻ്റാണ് പറയുന്നത് ഏത്? മെയിൻ്റെനൻസ് ഓഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഡയറക്ഷനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് പ്രോപ്പർ ഡിസിപ്ലിൻ കൊണ്ടുവരുന്നത്? അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഓർഡർലി ബിഹേവിയർ എംപ്ലോയീസിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ത്രൂ ഡയറക്റ്റിങ് തന്നെയാണ്. അപ്പോൾ ഡയറക്റ്റിങ്ങിൻ്റെ ഒരു എലമെൻ്റ് തന്നെയാണ് എന്ത് പറയുന്നത്? ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് എലമെൻ്റാണ് പറയുന്നത് എന്ത്? കോർഡിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റിങ്ങിൽ എന്ത് ആവശ്യമാണ്? കോർഡിനേഷൻ ഉണ്ടെങ്കിൽ ഡയറക്റ്റിംഗ് ഉണ്ട്, ഡയറക്റ്റിംഗ് ഇല്ലെങ്കിൽ കോർഡിനേഷൻ ഇല്ല. സോ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആണെന്ന് പറയുന്നു. ഏതിൻ്റെ എലമെൻറ്റ്? നമ്മുടെ ഡയറക്റ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ഡയറക്ഷൻ്റെ. ഇനി നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ് ടെക്നിക്സ് ഓഫ് ഡയറക്ഷൻ. ഏത് രീതിയിൽ നമുക്ക് ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും? കുറച്ച് ടെക്നിക്സുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ടെക്നിക്കാണ് ഡെമോക്രാറ്റിക് ഓർ കൺസൾട്ടീവ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെമോക്രാറ്റിക് ജനാധിപത്യ രീതിയിലാണ് ചെയ്യുന്നത്. ഇവിടെ മാനേജേഴ്സ് എന്ത് ചെയ്യുന്നു? നമ്മുടെ സബോർഡിനേറ്റുമായിട്ട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്? ഈ എംപ്ലോയീസിൻ്റെ ഒപ്പീനിയൻ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ ഈ ഒപ്പീനിയൻ അറിയുന്നത്? എന്നാൽ മാത്രമേ നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ മാനേജേഴ്സിന് പറ്റുകയുള്ളൂ. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റിങ് എന്തിലേക്ക് സഹായിക്കുന്നു? സുപ്പീരിയറും സബോർഡിനേറ്റ്സും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ടെക്നിക്ക് എന്ത് ചെയ്യുന്നു? എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു, മൊറയിൽ കൂട്ടുന്നു, കമ്മിറ്റ്മെൻറ്റ് കൂട്ടുന്നു. ഏത് മെത്തേഡ്? ഡെമോക്രാറ്റിക് മെത്തേഡ് അല്ലെങ്കിൽ കൺസൾട്ടീവ് മെത്തേഡ്. കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട് ആ മെത്തേഡിൻ്റെ എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത്. ഇവിടെ ചെയ്യുന്നത്? മാനേജേഴ്സ് എല്ലാ കാര്യങ്ങളും എംപ്ലോയീസുമായിട്ട് അല്ലെങ്കിൽ സബോർഡിനേറ്റുമായിട്ട് സുപ്പീരിയേഴ്സ് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ ആകുമ്പോഴാണ് ഈ മെത്തേഡ് ഇവിടെ പറയുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, ലീസ്റ്റ് റെസിസ്റ്റൻസ് ഫ്രം സബോർഡിനേറ്റ്സ്. എല്ലാ കാര്യങ്ങളും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ എംപ്ലോയീസ് അംഗീകരിക്കും. കാരണം എന്താ? തീരുമാനങ്ങളൊക്കെ എടുത്തത് ആര് തന്നെയാണ്? എംപ്ലോയീസ് തന്നെയാണ്. അതുകൊണ്ട് അവർ അംഗീകരിച്ചേ പറ്റൂ. ബെറ്റർ മോട്ടിവേഷൻ ആൻഡ് മൊറയിൽ. നല്ല മോട്ടിവേഷനും മൊറയിലും ആയിരിക്കും ഈ മെത്തേഡ്. കാരണം എന്താ? എംപ്ലോയീസ് ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റി ടു മേക്ക് സജഷൻസ് ആൻഡ് അഡ്വൈസസ് അറ്റ് ദ ടൈം ഓഫ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അല്ലെ, ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സമയത്ത് അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള എന്ത് കിട്ടുന്നുണ്ട്? സാവകാശം കിട്ടുന്നുണ്ട്. അത് അവരുടെ മോട്ടിവേഷനും മൊറയിലും കൂട്ടും. പിന്നെയോ ബെറ്റർ കോർഡിനേഷൻ ആൻഡ് ഗുഡ് റിസൾട്ട്. നല്ല കോർഡിനേഷൻ ഉണ്ടാക്കാനും ഗുഡ് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഏത് മെത്തേഡിൽ? ഡെമോക്രാറ്റിക് ഓർ കൺസൾട്ടീവ് ഡയറക്ഷൻ മെത്തേഡിൽ. ഇനി ഇതിന് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ടൈം കൺസ്യൂമിംഗ് ആണ്. എന്തുകൊണ്ട് ടൈം കൺസ്യൂമിങ്? തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഓരോ എംപ്ലോയീൻ്റെയും ഒപ്പീനിയൻ കേൾക്കണം. അത് ടൈം കൺസ്യൂമിംഗ് ആണ്.
രണ്ടാമത്തതോ സബോർഡിനേറ്റ് ഫീൽ ദാറ്റ് ദേ ഹാവ് ദ റൈറ്റ് ടു ബി കൺസൾട്ടഡ് ഇൻ എവറി ഡിസിഷൻ. അപ്പോൾ എന്ത് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും ഞങ്ങളോട് എംപ്ലോയർ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്താ അഡ്വൈസ് ചോദിക്കുമെന്ന് വിശ്വസിക്കുന്നു എംപ്ലോയീസ്. പലപ്പോഴും പലതിലും ഈ എംപ്ലോയീസിൻ്റെ തീരുമാനങ്ങൾക്ക് യാതൊരു വിധ വിലയും ഉണ്ടാകാറില്ല. ഇനി വേസ്റ്റേജ് ഓഫ് ടൈം ഡ്യൂ ടു അൺനെസസറി ആർഗ്യുമെൻറ്റ്. ചില സന്ദർഭങ്ങളിൽ ഒരു പൊരുത്തമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പല എംപ്ലോയീസും പറയും, കാരണം അവരുടെ അറിവില്ലായ്മ കാരണം. അപ്പോൾ അങ്ങനെയുള്ള അറിവില്ലായ്മയൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് വെറുതെ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടെക്നിക്സ് ഓഫ് ഡയറക്ഷൻ ആണ് പറയുന്നത് ഫ്രീ റെയിൻ ഓർ ലൈസസ് ഫെയർ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ മെത്തേഡിൽ എന്താ ചെയ്യുന്നത്? സുപ്പീരിയർ സബോർഡിനേറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ ഐഡിയാസ് തോട്ട്സ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനാ ഈ ഐഡിയാസും തോട്ട്സും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്? ഓർഗനൈസേഷനിൽ വരുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ലീഡർ എന്ത് ചെയ്യുന്നു? അവരുടെ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെയോ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സുപ്പീരിയർ എന്ത് ചെയ്യുന്നു? അവരുടെ സബോർഡിനേറ്റ് കംപ്ലീറ്റ് ഫ്രീഡം, അതായത് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് ഏറ്റവും എളുപ്പമുള്ള അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു? എംപ്ലോയീസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സ് നല്ല രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആകും, അവർ ബ്രില്യൻ്റ് ആകും, സിൻസിയർ ആകും. കാരണം എന്താ? ദ എംപ്ലോയർ ഓർ ദി സുപ്പീരിയർ ഗിവിങ് ഫുൾ ഫ്രീഡം ടു സബോർഡിനേറ്റ്സ് അല്ലേ. ഇവിടെ എന്ത് ചെയ്യുന്നു? ഫുൾ ഫ്രീഡമാണ് എംപ്ലോയിക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മാനേജർ സബോർഡിനേറ്റ്സിന് കൊടുക്കുന്ന ഫുൾ ഫ്രീഡമാണ്. എന്ത് കാര്യങ്ങൾ ചെയ്യാനും എന്ത് പറയാനുമുള്ള പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എംപ്ലോയീസ് വളരെ ബുദ്ധിമാന്മാരാകും. കാരണം എന്താ? ചിന്തിച്ച് അവർ തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു? പൂർണ്ണമായിട്ടും അവരുടെ കാലിൽ തന്നെ നിൽക്കേണ്ടതായിട്ട് വരുന്നു. അവർ ബ്രില്യൻ്റ് ആകുന്നു, സിൻസിയർ ആകുന്നു, സത്യസന്ധരാകുന്നു. കാരണം എന്താ? പൂർണ്ണമായിട്ടുള്ള പിന്തുണയും പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആരും അവരുടെ ജോലിയിൽ കൈ കടത്തുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് രണ്ട് മെത്തേഡായിട്ട് പറയുന്നത്. 2 മെത്തേഡ് മാത്രമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. 2 മെത്തേഡല്ലാതെ 3 മെത്തേഡാണ് ശരിക്കും പറയാനുള്ളത്. അടുത്ത മെത്തേഡ് പറയുന്നതിന് മുമ്പേ ഈ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമുക്ക് പറയാനായിട്ടുണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബെറ്റർ മോട്ടിവേഷൻ ആൻഡ് മൊറയിലാണ്. എന്തുകൊണ്ടാണ് നല്ല മോട്ടിവേഷനും മൊറയിലും ഉണ്ടെന്ന് പറയാൻ കാരണം എംപ്ലോയീസിന് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഈ മെത്തേഡിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പൂർണ്ണമായിട്ടുള്ള പ്രചോദനവും പൂർണ്ണമായിട്ടുള്ള ആത്മധൈര്യവും ഉണ്ടാവും എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ അഡ്വാൻറ്റേജാണ് ബെസ്റ്റ് ആൻഡ് ക്വിക്കസ്റ്റ് റിസൾട്ട് എന്നാണ് പറയുന്നത്. വളരെ മികച്ചതും വളരെ വേഗത്തിലുള്ള റിസൾട്ട് കിട്ടും. എങ്ങനെയാണെങ്കിൽ ഇഫ് ദ സബോർഡിനേറ്റ് ആർ ഹൈലി എഡ്യൂക്കേറ്റഡ്, സബോർഡിനേറ്റ് ഹൈലി എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ മാത്രം. നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുകയും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യും. ഏത് മെത്തേഡിൽ? ഫ്രീ റെയിൻ മെത്തേഡിൽ എന്നാണ് പറയുന്നത്. ഇനി ഇതിന് അഡ്വാൻറ്റേജ് ഉള്ള സമയത്ത് തന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് പോസിബിലിറ്റി ഓഫ് ഡിസോർഗനൈസ്ഡ് ആക്ടിവിറ്റീസ് ലീഡിങ് ടു കൺഫ്യൂഷൻ, ഇൻഎഫിഷ്യൻസി ആൻഡ് കയോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് സംഭവിക്കും. അതായത് ഒരു പൊരുത്തമില്ലാത്ത ഇങ്ങനെ നടക്കുന്ന കുറേ കാര്യങ്ങൾ ഓർഗനൈസേഷനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ കൺഫ്യൂഷനും ഉത്തരവാദിത്തമില്ലായ്മയൊക്കെ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ പോസിബിലിറ്റി ഓഫ് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആൻഡ് ഫ്രസ്ട്രേഷൻ എമംഗ് സബോർഡിനേറ്റ്സ്. ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഡെലിഗേഷൻ ഓഫ് അല്ലെങ്കിൽ എന്താ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റി ഒക്കെ ഒരാൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ അവിടെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ ആർക്ക്? ഈ നമ്മുടെ സബോർഡിനേറ്റ്സ്. അപ്പോൾ അവർ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. പിന്നെ മൂന്നാമത്തതായിട്ട് പറയുന്നത് ഡോമിനേഷൻ ഓഫ് സബോർഡിനേറ്റ് ബൈ ദി സെൽഫ് സ്പിരിറ്റ് ആസ് എഗെയിൻസ്റ്റ് ദ ടീം സ്പിരിറ്റ്. അപ്പോൾ ചില സമയങ്ങളിൽ ഇങ്ങനെ പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഞാനാണ് മുതലാളി ഈ ഓർഗനൈസേഷൻ്റെ എന്നുള്ള ഒരു ചിന്തയൊക്കെ അവരിലേക്ക് വരും. ഗ്രൂപ്പിൻ്റെ ആ സ്പിരിറ്റിനെ കാട്ടി അവരടങ്ങുന്ന ഒരു ഗ്രൂപ്പിൻ്റെ അച്ചടക്കത്തിനെ കാട്ടി അല്ലെങ്കിൽ അവരുടെ അതിൻ്റെ ഒരു ഐക്യത്തിനെ കാട്ടിയും ഞാനാണ് വലുതെന്നുള്ളൊരു ചിന്തയൊക്കെ ആരുടെ മനസ്സിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്? ഈ ഒരു മെത്തേഡിലാണ് ഡയറക്ഷൻ കിട്ടുന്നതെങ്കിൽ എംപ്ലോയീസിൻ്റെ മനസ്സിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ.